നിന്നിലേക്കുള്ള ദൂരം നോവല്ലയിലെ ഒരു പൈങ്കിളി കഥയിലെ 2-ാം അധ്യായം തുടങ്ങാം. രചന അനീഷ് പത്തിൽ. ദേഹത്ത് എന്തോ ഇഴയുന്നതായി തോന്നി. ഞാൻ ഞെട്ടി ഉണർന്നു. ഇത് ഞാനാ. എന്നാടി, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എടാ, അതല്ല, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണേ. ഇവിടെ കിടന്നോ. പോ. അതല്ല, നീ ലൈറ്റ് ഇട്ടേ. എവിടാന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഫോൺ എടുത്ത് ടോർച്ച് ഓണാക്കി. അവൾ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. എന്താ? അത് എനിക്ക് ബാത്റൂമിൽ പോണം. പൊക്കോ. അതിനിപ്പോ ഞാൻ എന്നാ വേണ്ടത്? നീ കൂടെ വാ. പുറത്തല്ലേ, എനിക്ക് പേടിയാ. ഓ, എന്റെ സഹായമൊന്നും നിനക്ക് ആവശ്യമില്ലല്ലോ. ഞാൻ തിരിഞ്ഞു കിടന്നു. അവൾ അടുത്ത് വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചു. ഞാൻ എഴുന്നേറ്റ് ചെന്ന് പുറത്തെ ലൈറ്റിട്ടു. എന്റെ വിരലിൽ തൊട്ട് അവൾ പുറത്തേക്കിറങ്ങി. ആ, പൊക്കോ, ഞാൻ പറഞ്ഞു. അകത്ത് ശ്രദ്ധിക്കണേ. ഞാൻ പുറത്തേക്ക് കണ്ണോടിച്ചു. എടാ, അവൾ വിളിച്ചു. എന്താടി? അവിടെ ഉണ്ടോന്നറിയാൻ വിളിച്ചതാ. ഇവിടെ ഉണ്ട്, നീ പേടിക്കണ്ട. പിന്നെയും അവൾ അവ്യക്തമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മൂളി കേട്ടുകൊണ്ടു. വാ, പോ, അവൾ വിളിച്ചു. എടി, നിനക്കൊരു കാഴ്ച കാണണോ? ഇനി എന്തുവാ അടുത്തത്? നീ പോയി ലൈറ്റ് അണച്ചിട്ട് വാ. എനിക്ക് പേടിയാ. ഞാനില്ലേ, നീ എന്തിനാ പേടിക്കുന്നേ? അവൾ അർദ്ധമനസ്സോടെ ലൈറ്റ് അണച്ച് പേടിച്ച് തിരികെ എത്തി ഇത്തിരി മാറി നിന്നു. എന്ത് കാണാനാ? നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഞാൻ അവളെ പിടിച്ചു വലിച്ച് അടുത്തേക്ക് നിർത്തി. അവൾ സംശയത്തോടെ എന്നെ നോക്കി. ഞാൻ ചിരിച്ചു. നീ ഇതൊന്ന് കാണ്. ഞാൻ അവളുടെ മുഖം പിടിച്ച് മേൽപോട്ടുയർത്തി. കറുത്ത വട്ടം തീർത്ത വൃക്ഷത്തലപ്പുകൾക്ക് മേലെ വർണ്ണപ്രപഞ്ചം തീർത്ത് ആകാശം. പാതി നിറഞ്ഞ ചന്ദ്രന്റെ ഇളം നിലാവ്. അവിടെവിടെയായി ഒഴുകി നടക്കുന്ന കാർമേഘങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് മിഴിച്ചിമ്മുന്ന നക്ഷത്രങ്ങൾ. കൊള്ളാമോ? ഹോ, സൂപ്പർ, അവൾ പറഞ്ഞു. ഇനി നീ ചെവിയെന്നോർത്തേ. രാത്രിയുടെ സംഗീതം കേൾക്കാം. മരം പെയ്യുന്ന സംഗീതം, ചീവീടുകളുടെ സിംഫണി, പിന്നെ കാറ്റിന്റെ മർമ്മരം, ജന്തുജാലങ്ങളുടെ വ്യത്യസ്ത ശബ്ദങ്ങൾ, രാപ്പക്ഷികളുടെ പാട്ട്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ശബ്ദവീചികൾ. അടുത്തു വന്നൊരു ഞാറപ്പക്ഷി നീട്ടിക്കരഞ്ഞു. അവൾ ഞെട്ടി എന്റെ അരികിലേക്ക് ചാഞ്ഞു. വാ, പോകാം, ഞാൻ വിളിച്ചു. അവൾ എന്നോട് ചേർന്ന് നടന്നു. നമ്മൾ കാണണമെന്നും കേൾക്കണമെന്നും വിചാരിച്ചാൽ നമുക്ക് ചുറ്റും കാഴ്ചകളും കേൾവികളും അനവധിയാ. ഇല്ലേൽ നമ്മൾ ഒന്നും അറിയാതങ്ങ് പോകും. ശരിയാ, അവൾ പതുക്കെ പറഞ്ഞു. ഞാൻ അവളെ ചേർത്ത് പിടിച്ച് നടന്നു. ഇത്രയും നേരം കേട്ടത് അനീഷ് പത്തിലിൻ്റെ നിന്നിലേക്കുള്ള ദൂരം എന്ന നോവലയിലെ ഒരു പൈങ്കിളി കഥയിലെ 2-ാം അധ്യായം. അവതരണം ദീപ. ഈ നോവലയിലെ 3-ാം അധ്യായവുമായി തിരികെ എത്താം. ഏവർക്കും നന്ദി.